വെയിറ്റുണ്ട്. ഹലോ മച്ചന്മാരെ, കൊച്ചസ് ഫിഷിംഗ് വ്ളോഗിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാങ്കേസ്. മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോ നോക്കിയ നമ്മൾ അടിപൊളി ഒരു ഫിഷിങ്ങിന് പോവുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന കാര്യം നമ്മുടെ സബ്സ്ക്രൈബ് മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഗീസ് മീനെ പിടിക്കുന്നത് വെച്ചാൽ ഈ ഒരു അമ്പർല ട്രാപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ നമുക്ക് ഒരു മീൻ ഇതിനകത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മീൻകുളത്തിൽ ഇത് ട്രാപ്പ് ഇടാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അപ്പം ഞാൻ മാത്രമല്ല, നമ്മളിവിടെ മായശേട്ടൻ വരുന്നുണ്ട്, അജീഷേട്ടൻ വരുന്നുണ്ട്, പിന്നെ രാജേട്ടനുണ്ട്, പിന്നെ ഇവിടെ സുരേഷേട്ടനുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഇന്ന് പണിക്ക് പോകേണ്ടത്. പണി സ്ഥലത്താണ് ഗീസ് ആ ഒരു മീൻകുളം ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ അതിനകത്തുനിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിനകത്ത് നിറച്ചും സിലോപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ കുറേ ദിവസം, അതായത് 5-6 മാസമൊക്കെ ഉണ്ട് അതിനകത്ത് അവർ മീൻ പിടിച്ചിട്ട്. അപ്പോൾ നല്ല രീതിക്ക് വലിയ മീനൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഫിഷ് ട്രാപ്പ് യൂസ് ചെയ്തുകൊണ്ട് മീനെ കിട്ടൂല നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളെന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി 10 മണിക്ക് ഇറങ്ങുന്നുണ്ട്, പിന്നെ നമ്മൾ 1 മണിക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ 10 മണിക്കായിരിക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് 1 മണിയാകുമ്പോൾ നമ്മൾ പൊക്കി നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മീനുണ്ടോ ഇല്ല നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും അവരൊക്കെ വന്നിട്ട് നമ്മൾ നേരിനി പണി സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഇടാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ വെച്ചാൽ നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മച്ചാവരെ ഞാൻ നേരെ തന്നെ ഇതുപോലൊരു പാറ വന്നിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ ചേട്ടന്മാരൊക്കെ വരുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ നേരത്തെ കയറി പോകുന്നുണ്ടോ. അപ്പോൾ അവർ വന്നിട്ട് നമ്മളെല്ലാം ഒന്നിച്ചാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവർ വന്നിട്ട് നമുക്കെല്ലാം ഇവിടെ പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഇനി മീനെ കിട്ടുമല്ലോ എന്നാണ് ഡൗട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ അവിടെ 5-6 മാസമായിട്ട് വെള്ളത്തിൽ കിടന്ന സാധനമാണ്. അതുമാത്രമല്ല തീറ്റ കിട്ടുമ്പോൾ തന്നെ നല്ല രീതിക്ക് വെട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ തീറ്റ ഇടണോ നമ്മളെ തീറ്റ ഇടണോ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മീനെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല മുഴുത്ത സാധനങ്ങൾ കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ചേട്ടന്മാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. താഴെ കൂടെ വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ നേരെ ഫിഷ് ട്രാപ്പ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ മീൻകുളത്തിലോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് കേസ് നമ്മൾ പറഞ്ഞ മീൻകുളം കാര്യങ്ങൾ കേട്ടോ. നമ്മൾ ഇതിനകത്താണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഫുള്ള് കരിയില്ല. ഇതിപ്പോൾ എത്ര ദിവസമായിട്ട് അതിനകത്ത് മീൻ പിടിച്ചിട്ട്? 5-6 മാസമായോ? 5-6 മാസമായിട്ടുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്താണ് പിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കേസ് ഫുള്ള് കരിയില കയറി കിടക്കട്ടോ. അപ്പോൾ നമുക്ക് മീനൊക്കെ അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ സുരേഷണ്ണൊക്കെ വരുന്നുണ്ട്, മാഷണ്ണൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സൈഡ് അടിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനേ. സെൻറ്റർ അയക്കാൻ പറ്റുമോ മടി? ഇവിടുന്ന് അങ്ങോട്ട് അയക്കണോ? അല്ല, അവിടെ ഇങ്ങോട്ട് അയച്ചു വിട്ടാലും മതി. ഒരു വർഷം 6 മാസമായി. എപ്പോഴും പൊക്കിയെടുത്താ ഇപ്പൊ നമ്മള് ഓപ്പൺ ചെയ്തോണ്ടിരിക്കട്ടോ. എന്തായാലും മീൻ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. എന്താണ് നിർത്തി പോടാ മൊത്തത്തിൽ. നമുക്ക് ഇത്രയും കിട്ടിയാൽ വിചാരിക്കോ. ഇവിടെ മീൻ കൂടുതൽ തട്ടിയടിച്ച് വെള്ളത്തിൽ കളഞ്ഞു. അപ്പരട്ട് മൊത്തം അരിഞ്ഞു. അത് തറയും മുട്ടിച്ച് വെക്കണമായിരുന്നു. അന്നേരം അപ്പരട്ട് അലിയാതെ
അതിനകത്ത് തീറ്റി കൊട്ടാൻ പറ്റും. കാരണം കിട്ടത്തില്ലാതെ വരുന്ന ഇവന്മാരെ അകത്ത് കയറി. ഇനി ഉച്ച വരുമ്പോ അടച്ചു കിട്ടണോ ബാക്കിയല്ല ഇങ്ങോട്ട് അടഞ്ഞു. പോകണോ ഇപ്പൊ അപ്പനാട്ടിൽ കിടക്കട്ടെ പലോട്ട് പോയി ആ സൈഡിൽ നിന്ന് വരുന്നത് കയറത്തില്ല. പക്ഷെ ഒറ്റ പണിയുള്ളൂ. നീ ഇങ്ങോട്ട് വരുന്നത് ആ കെട്ടഴിച്ചു കെട്ടഴിച്ചിട്ട് ആ നെറ്റിനടിയിൽ കൂടെ ഇങ്ങോട്ട് ഇടയ്ക്കൂടെ നൂല് കയറ്റി അങ്ങനെ നെറ്റ് ഇങ്ങോട്ട് നെറ്റിൻ്റെ അതിൻ്റെ ഒരു കണ്ണിക്കകത്ത് അങ്ങോട്ട് കയറി നീ കണ്ണിക്കത്തില്ല. ആ വല്ല ഇങ്ങനെ അടിയിലത്തെ വല അപ്പോൾ സെൻറ്ററിൽ തന്നെ നിൽക്കുക. അതിൻ്റെ ഒരു കണ്ണിക്കകത്ത് കയറി എടുത്തിട്ടുണ്ടോ മടി അത്രയും പോകണം. എത്രയാണ് അതാകുമ്പോൾ അടച്ചിട്ട് കരിയിട്ട് കയറാൻ ഭയങ്കര അങ്ങനെയുണ്ട് ഐഡിയ. ഇല 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 പറിക്കണം. അങ്ങനെ അങ്ങനെ അത്ര വേണ്ട അത്ര വേണ്ട എത്ര വേണ്ട. അതിനകത്ത് കരിയുടെ പെട്ടെന്ന് പൊങ്ങി കിടക്കുമല്ലായിരുന്നു പൊങ്ങി കിടക്കുമല്ലായിരുന്നു എവിടെ കല്ല് വെച്ചു ഇതാത്തിട്ടുണ്ട് ചരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇത് ഇച്ചിരി അങ്ങോട്ട് ലൂസാക്കി വിട്ടേ വര. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫിഷ് ട്രാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഉച്ചയ്ക്ക് വന്ന് നമ്മൾ നോക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടംപോലെ മീൻ കിടപ്പുണ്ട്. ഇനി കയറുമില്ലേ നമുക്ക് നോക്കാം. അപ്പം ഇനി ഉച്ച കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ ചമരെ നമ്മൾ നേരെ ഫിഷ് ട്രാപ്പ് വെക്കാൻ വേണ്ടി പോകണേ. കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. പോക്കാം. കാണത്തില്ലായിരിക്കും. നമ്മുടെ എന്നെ പിടിച്ചാ ഓളം ഓടിക്കുന്നു. ഭയങ്കരമാണ്. നിറച്ച് ഒന്നുപോലും ഇല്ല. മുമ്പ് പിടിച്ച് പൊക്കിയായിരുന്നു. ആ തിറക്കിട്ടേക്കാനോ അത് അല്ലാതെ മറ്റേ പുഷ്ടി പിടിച്ചിട്ടിട്ട് താത്തില്ല ഏറ്റവും അടി പോയി മുട്ടത്തക്ക പോലെ തീറ്റി കിടക്കും പല്ലറ്റ് കിടക്കുമല്ലോ. എന്നിട്ട് അല്ല ഏറ്റവും അടി ഇടാവുന്ന പോലെ പുഷ്ടി ഇട്ടിട്ട് ഏറ്റവും അടിയിലിട്ടിട്ട് ഈ നെറ്റ് വലിച്ചിട്ടില്ല. നേരെ ഇരുട്ടായി കിടക്കുമല്ലോ സാറേ. ആടി പോയി മുട്ടണം. അടി അത് ആയപ്പനുണ്ടല്ലോ. എന്നിട്ട് പച്ച നെറ്റോടെ വലിച്ചിട്ട് അങ്ങ് ഇരുട്ടായി നിൽക്കുന്നോണ്ട് ആളില്ലെന്ന് മനസ്സിലാവും. മറ്റേ വിഷം കെട്ടുന്നോണ്ട് ആളുണ്ടെന്ന് വിചാരിച്ചത് വരാത്ത. ചമര എന്തായാലും നമ്മൾ പൊക്കി നോക്കി. അതിനകത്ത് മീനൊന്നുമില്ല കേട്ടോ. പക്ഷെ കുളത്തിനകത്ത് മീനുണ്ട്. പക്ഷെ നമ്മൾ ഇട്ടതിനകത്തൊന്നും മീൻ കയറിയില്ല. എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വൈകിട്ട് വന്നിട്ട് ഇനി എന്തായാലും നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ഒന്നും എടുക്കാം. പൊങ്ങിയായിരുന്നോ? പൊങ്ങി സൗണ്ട് കേട്ട് ലക്ക് വെക്കുന്നൊക്കെ കേട്ടു. ഒത്തിരി ഇട്ടില്ലല്ലോ. വെയിറ്റുണ്ട്. വൈകിട്ട് ഇതുപോലെ തീറ്റിട്ട് ഇതിനകത്ത് വെക്കാം. രാവിലെ ഇതേക്ക്
അപ്പോൾ മച്ചാമാരെ അങ്ങനെ നമ്മൾ ഫിഷ് ട്രാപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല. ഓക്കെ, അതിൻ്റെ റീസൺ വേണം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അത് കയറാത്തതെന്ന്. വേറെ ഒന്നുമല്ല ഗൈസ്, നിങ്ങൾ ആ ഒരു മീൻകുളം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ വണ്ടേ കൂടെ നെറ്റൊക്കെ വെച്ച് നല്ല ടൈറ്റാക്കി അടിച്ച് വെച്ച് വെക്കണം. അതിനകത്ത് നല്ല രീതിക്ക് വെട്ടമൊന്നും കയറത്തില്ല. അപ്പോൾ അവർ ഒരു സൈഡ് മാത്രമാണ് ഓപ്പൺ ചെയ്തിട്ടാണ് അതിന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അത് സ്ഥിരമായിട്ട് ഇട്ട് കൊടുക്കത്തില്ല, ഇടയ്ക്കിടയ്ക്കാണ് മീൻ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു അനക്കം അടിച്ചാൽ പോലും മീൻ വരാൻ നല്ല ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ ഇട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മാത്രമേ മീൻ പൊങ്ങി വരത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളൊരു അനക്കം അടിച്ച് കഴിഞ്ഞാൽ മീനൊക്കെ പമ്മിയിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫിഷ് ട്രാപ്പ് ഇട്ടിട്ട് പോലും മീൻ കയറാത്ത. ഓക്കെ, അപ്പോൾ ചെറുതായിട്ടൊരു വെട്ടം അടിച്ചാൽ പോലും പെട്ടെന്ന് സംഭവം വരത്തില്ല. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എന്തായാലും അതിനകത്തൊന്ന് മീനെ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് വീശി പിടിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും അതിന് ഇറങ്ങി മീനെ പിടിച്ചിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ ഫിഷ് ട്രാപ്പ് ഇട്ടു, അത് ഫെയിൽഡ് ആയിപ്പോയി. എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ അതിനകത്തൊന്ന് മീനുകളെ പിടിച്ച് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടായിട്ടുള്ള ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.